പ്രേക്ഷകർ ഏറെക്കാലം കാത്തിരുന്ന ബിഗ് ബോസ് മലയാളം ഷോ ഇനിയും വൈകുകയാണ്. ചാനൽ ഇതുവരെ ഇക്കാര്യത്തിൽ ഒരു കാര്യവും വെളിപ്പെടുത്തിയിട്ടില്ല. ഇതിനിടയിൽ പുറത്തുവരുന്ന ഒരു വാർത്ത ഏഷ്യാനെറ്റ് ബിഗ് ബോസ് ടീമിലെ ജോലിക്കാരെ ചാനലിൽ നിന്ന് പിരിച്ചുവിട്ടു എന്നതാണ്. ഈ വാർത്തയിൽ എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ? ഏഷ്യാനെറ്റ് ചാനലിന്റെ ഉടമസ്ഥതയിൽ കഴിഞ്ഞ വർഷം മാറ്റം വന്നിരുന്നു. ഡിസ്നി ഇന്ത്യയുടെ കൈവശമുള്ള ഓഹരികൾ റിലയൻസ് ഗ്രൂപ്പ് ഏറ്റെടുത്തതോടുകൂടി ചാനലിന്റെ മാനേജ്മെന്റിൽ കാതലായ മാറ്റങ്ങൾ വന്നിരുന്നു. ഇരു ഗ്രൂപ്പുകളുടെയും OTT പ്ലാറ്റ്ഫോമുകൾ ഒന്നാക്കുന്നത് മുതൽ പല പ്രവർത്തനങ്ങളും ഈ പുതിയ മാനേജ്മെന്റിന് കീഴിൽ നടന്നു വരുന്നു. സ്വാഭാവികമായും കമ്പനികളുടെ ഏറ്റെടുക്കലുകളും കൈമാറ്റങ്ങളും നടക്കുമ്പോൾ മാനേജ്മെന്റിലും പോളിസികളിലും മറ്റു പല കാര്യങ്ങളിലും മാറ്റങ്ങൾ ഉണ്ടാവുക എന്നത് സാധാരണമാണ്. ഏറെക്കാലം ഏഷ്യാനെറ്റിന്റെ പ്രധാന പ്രോഗ്രാമുകളിൽ സജീവ സാന്നിധ്യമായിരുന്ന ശ്രീ K മാധവൻ അടുത്ത കാലത്തായി ചാനൽ വേദികളിൽ വരാത്തത് പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാകും. കഴിഞ്ഞ സീസൺ ബിഗ് ബോസിന്റെ ഗ്രാൻഡ് ഫിനാലെയിൽ പോലും അദ്ദേഹം ഉണ്ടായിരുന്നില്ല. നിലവിലെ രീതിയിൽ ചാനൽ ഹെഡാണ് ഇത്തരം അവസരങ്ങളിൽ ചാനലിനെ പ്രതിനിധീകരിക്കുക. ഇങ്ങനെ പല കാര്യങ്ങളിലും മാറ്റങ്ങൾ ഉണ്ടാകും. പുതിയ പോളിസികളും രീതികളുമെല്ലാം നിലവിൽ വരും. ഇത് സാധാരണയായി സംഭവിക്കുന്ന ഒന്നാണ്. ഇതിന്റെ ഭാഗമായി വേണം നിലവിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ചാനലിലെ സ്റ്റാഫുകളുടെ റീഅറേഞ്ച്മെന്റ് പരിഗണിക്കാൻ. ഒന്നുകിൽ ചാനലിന്റെ എംപ്ലോയി സ്ട്രെങ്ത് കുറയ്ക്കാനോ പോസ്റ്റ് മാനേജ് ചെയ്യാനോ ഹോൾഡിംഗ് കമ്പനിയുടെ ഭാഗത്തു നിന്ന് കൂടുതൽ പേരെ ചാനൽ യൂണിറ്റിൽ എത്തിക്കാനോ ഒക്കെ ഇത്തരം ശ്രമങ്ങൾ നടക്കാം. ഇത് ഇന്നത്തെ കോർപ്പറേറ്റ് ലോകത്ത് ഒരു സാധാരണമായ കാര്യവുമാണ്. പുറത്തു പോകേണ്ടി വരുന്നവർക്ക് നല്ല കോമ്പൻസേഷൻ പാക്കേജുകളും ഇത്തരം കമ്പനികൾ ഉറപ്പു നൽകും. പുറത്തു വരുന്ന വാർത്തകൾ അനുസരിച്ച് ഏഷ്യാനെറ്റിന്റെ കാര്യത്തിലും ഇതിൽ നിന്നും വിഭിന്നമല്ല. ഏഷ്യാനെറ്റിന്റെ നിലവിലെ സാഹചര്യത്തിലേക്ക് വന്നാൽ നിലവിൽ പിരിച്ചുവിടൽ നേരിടുന്ന എംപ്ലോയീസ് ബിഗ് ബോസ് ടീമിന്റെ ഭാഗമാണെന്നോ ഇത് ബിഗ് ബോസ് നിർത്തലാക്കാനുള്ള ശ്രമമാണെന്നോ ഔദ്യോഗികമായി സ്ഥിരീകരിക്കാൻ കഴിയില്ല. ചാനൽ നടത്തുന്ന ഈ എംപ്ലോയി അറേഞ്ച്മെന്റിന്റെ ഭാഗമാകുക പല പ്രോഗ്രാമുകളുമായി ബന്ധപ്പെട്ടവരാണ് എന്നാണ് വിവരം. അല്ലാതെ ഒരു പ്രത്യേക പ്രോഗ്രാം നിർത്തലാക്കാനുള്ള ശ്രമമായി ഇതിനെ കാണുകയും വേണ്ട. ഇത്തരത്തിലുള്ള വാർത്തകൾ ശരിയാകണമെന്നില്ല. ചാനൽ ആഗ്രഹിക്കുന്ന സമയത്ത് ചാനൽ ബിഗ് ബോസ് സംപ്രേഷണം ചെയ്യുക തന്നെ ചെയ്യുമെന്നാണ് നിലവിൽ പുറത്തുവരുന്ന വിവരങ്ങൾ.